കള്ളിക്കാട് ബഡ്സ് ദിനാഘോഷവും മോഡൽ ബഡ് സ്കൂൾ ഉദ്ഘാടനവും നടന്നു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ബഡ്സ് ദിനാഘോഷവും മോഡൽ ബഡ് സ്കൂളിന്റെ ഉദ്ഘാടനവും നടന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കള്ളിക്കാട് ഭുവനേന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിനകത്ത് വിപുലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കാനുണ്ടായ സാഹചര്യം 2013 കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗിൽ തിരുവനന്തപുരം ജില്ലയിൽ 1-2 സ്ഥാപനങ്ങളിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു, താല്പര്യമുള്ള പഞ്ചായത്തുകൾക്ക് അത് പറയാം എന്നൊരാവശ്യം ഉന്നയിച്ചപ്പോൾ അന്ന് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യോഗത്തിൽ സംബന്ധിക്കുകയും ഏത് കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടിയാലും അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ആവേശത്തോടു കൂടി അത് കള്ളിക്കാട് പഞ്ചായത്ത് നടപ്പിലാക്കാമെന്ന് വാക്ക് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ 2 ലക്ഷം രൂപ നമുക്ക് ആദ്യം അനുവദിക്കുകയും ചെയ്തു. അതുപയോഗിച്ചുകൊണ്ട് അന്ന് കാലാട്ടുകാവ് വാർഡിൽ അന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എം മാത്തിക്കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരണത്തോടെ അന്ന് കാലാട്ടുകാവ് വാർഡിൽ നിരപ്പിൽ കാലയിൽ ഹെൽത്ത് സെൻ്ററിനോട് ചേർന്ന് ഒരു ഷെഡ് പ്രത്യേകമായി ഒരുക്കി അവിടെയാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് ശ്രീമതി ജയ അജിത ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ പന്തയിൽ ഈ സ്ഥലത്ത് ശ്രീ ചാക്കോ സാറിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു 10-15 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഈ ഒരു സംരംഭത്തിന് വിട്ടുതരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം സസന്തോഷം 50 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ കൈവശ ഭൂമി ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലം ഞങ്ങൾക്ക് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വിട്ടുതരികയും ശ്രീ CK ഹരീന്ദ്രൻ MLA അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ച് മനോഹരമായ ഈ കെട്ടിടം സ്ഥാപിച്ച് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആശംസകൾ അർപ്പിച്ച് വാർഡ് മെമ്പർ സിന്ധുലേഖ, കള്ളിക്കാട് കുടുംബശ്രീ ചെയർപേഴ്സൺ JR അജിത, മെമ്പർ ചിത്ര ഉദയൻ, അനില, സുരേഷ്, PTA പ്രസിഡന്റ് ശ്രീമതി ജയന്തി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജലജ ടീച്ചർ ചടങ്ങുകളുടെ ഭാഗമായി നന്ദി പ്രകാശനം നടത്തി. ബഡ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഓണക്കോടി വിതരണവും നടന്നു. കൂടാതെ ബഡ്സ് സ്കൂളിന്റെ ഭാഗമായി ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻസറി റൂം, ഒക്കുപേഷണൽ തെറാപ്പി, പൂങ്കൃഷി എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനും സ്വയം പര്യാപ്തതയ്ക്കും സഹായകരമാകുന്ന രീതിയിലാണ് മോഡൽ ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നത്.